വനിതാ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന് കിരീടം. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 റൺസിന് പരാജയപ്പെടുത്തി. കൂടുതൽ വിശദാംശങ്ങളുമായി സമേഷ് പെരുവല്ലൂരുണ്ട്. സമേഷ്, എന്തായാലും മുംബൈയുടെ രണ്ടാം കിരീട നേട്ടമാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ആര്യ, കന്നിക്കിരീടം നേടണമെന്ന ഡൽഹി ക്യാപിറ്റൽസിന്റെ മോഹം 8 റൺസ് അകലെ വെച്ചാണ് പൊലിഞ്ഞിരിക്കുന്നത്. പക്ഷേ എത്തിയേക്കാം എന്ന ഘട്ടത്തിൽ വെച്ച് മുംബൈ ഇന്ത്യൻസ് ബോളർമാർ നടത്തിയ മികച്ച പ്രകടനമാണ് 8 റൺസിന്റെ വിജയം അവർക്ക് ഒരുക്കി കൊടുത്തതും രണ്ടാം കിരീടം അവർക്ക് നേടിക്കൊടുത്തതും. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് വെറും 149 റൺസ് മാത്രമാണ് എടുത്തത്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 66 റൺസോടെ ടോപ്പ് സ്കോർ ആയപ്പോൾ ഒരു ചെറിയ സ്കോറാണോ എന്ന് പലരും സംശയിച്ചിരുന്നു. ഒരുപക്ഷെ ഡൽഹി അത് അനായാസം അടിച്ചെടുക്കും എന്ന് തന്നെ, ഡൽഹിയുടെ ഫോം വെച്ച് നോക്കുമ്പോൾ ഡൽഹി അനായാസം അടിച്ചെടുക്കും എന്ന് തന്നെ കരുതിയിരുന്നു. കാരണം ഡൽഹിയാണ് ആദ്യം തന്നെ ഈ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. അത്രമാത്രം മികച്ച ഫോമിലായിരുന്നു ആ ടീം ഇതുവരെ ഫൈനലിലെത്തുന്നതുവരെ. അതുകൊണ്ട് തന്നെ 149 റൺസ് എന്നത് ഒരു വലിയ സ്കോറല്ല ഡൽഹിക്ക് മുന്നിൽ. എന്നാൽ ബാറ്റിംഗിന് ഇറങ്ങിയ ഡൽഹിക്ക് ക്യാപ്റ്റൻ മെക്ലാനിങ്ങിനെയും ഷെഫാലി വർമ്മയും പെട്ടെന്ന് തന്നെ നഷ്ടമാവുകയായിരുന്നു. അതിനു പിന്നാലെ ജസ് ജോനാസനും ജമീമ റോഡ്രിഗസും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം. ജമീമ റോഡ്രിഗസ് 30 റൺസ് എടുത്തു. തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് ഡൽഹി ഒരു മികച്ച സ്കോറിലേക്ക് എത്തും എന്ന തോന്നിക്കലുണ്ടായത്. തുടർന്ന് മരിസാന ക്യാപ്പ്, അവരുടെ മികച്ച ഓൾറൗണ്ടറായ മരിസാന ക്യാപ്പ് 26 പന്തിൽ 40 റൺസ് എടുത്ത് നിൽക്കെ അപ്പോഴാണ് വഴിത്തിരിവുണ്ടായത്. 18ാമത്തെ ഓവറിലായിരുന്നു ആ വഴിത്തിരിവുണ്ടായത്. ആ വിക്കറ്റ് എടുത്തുകൂടി, കാപ്പിന്റെ വിക്കറ്റ് വീണോടുകൂടി ഡൽഹി തോൽവിയിലേക്ക് നീങ്ങുകയായിരുന്നു. പിന്നീട് വന്ന നിക്കി പ്രസാദിന് 25 റൺസ് എടുത്തെങ്കിലും കൂടെ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മലയാളി താരം മിന്നു മണി 2 പന്തിൽ 4 റൺസ് എടുത്തു. ഇതോടെയാണ് ഈ 18ാമത്തെ ഓവറിലാണ് വഴിത്തിരിവുണ്ടായത്. സ്കിവർ ബ്രുണ്ടെറിഞ്ഞ ആ ഓവറിൽ 2 വിക്കറ്റാണ് വീണത്. അത് മത്സരഗതിയെ മാറ്റിമറിക്കുകയും അവർ മുംബൈ ജയിക്കുകയും ചെയ്തു. മുംബൈയുടെ പ്രഥമ WPL കിരീടം മുംബൈക്കായിരുന്നു. ഇപ്പോൾ 3ാം കിരീടവും അവർ സ്വന്തമാക്കിയിരിക്കുന്നു. വനിതാ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനാണ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. മുംബൈയുടെ രണ്ടാം കിരീട നേട്ടം കൂടിയാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും സമേഷ് പെരുവല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.